ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ പണം പേഴ്സിലോ നിങ്ങളുടെ അലമാരിയിലോ ഒക്കെ എവിടെ വേണേലും വെച്ചു നോക്കുക. പണം വർദ്ധിച്ചു വരാനും അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ ഉപകരിക്കും. ഈ മന്ത്രം അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. മന്ത്രം ഞാൻ ജപിക്കുന്നുണ്ട്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ട് ജപിക്കുക. ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യുന്ന അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. വിശ്വാസത്തോടുകൂടി ചെയ്യണം, എന്നാലേ അത് ഫലമാകത്തുള്ളൂ. നമ്മുടെ മനസ്സിലൊരു സംശയമോ ഒന്നും ഉണ്ടായി ഫലമാകണമെന്നില്ല. വിശ്വാസം എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന വിശ്വാസം, ചിന്തിക്കുന്ന സംശയമുള്ളതുകൊണ്ട് കേട്ടോ, അതാണ് വിശ്വാസം. അല്ല ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല വിശ്വാസം. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് അല്ലെ ജപിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് പിന്നെ ഒന്നുമേ ചിന്തിക്കാതിരിക്കുന്നതാണ് വിശ്വാസം എന്ന് മനസ്സിലാക്കുക. നമ്മൾ പലതും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ കുഴപ്പമാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. ഞാൻ ആ മന്ത്രം ജപിച്ചു തരാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ട് തരാം. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ക്ഷേത്രത്തിലൊക്കെ ചെയ്യാവുന്ന ലളിതമായ ഏത് സാധാരണക്കാരനും ചെയ്യാവുന്ന വഴിപാടുകളും, പിന്നെ ഒരാൾ വിളിക്കേണ്ട ദേവൻ, ദേവത, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, പിന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണം, എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം, വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ, പിന്നെ അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യല്ലേ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാഹചര്യമാണ്. ഈ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങളെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞാൻ ഏത് മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് നിങ്ങൾ പണം പേഴ്സിലായിക്കോട്ടെ, നിങ്ങളുടെ പണപ്പെട്ടിയിലായിക്കോട്ടെ, അലമാരിയിലായിക്കോട്ടെ, എവിടെ വേണേലും വയ്ക്കാം. ഈ പറയുന്ന ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ മന്ത്രം ഇതാണ്: ഓം ക്ലീം നമ കാമായ കാമരൂപിണേ കാമദായിനെ കാമേശായ സുമുഖായ സുന്ദരാംഗായ നഗ്നായ സ്ത്രീഭിർ അനംഗമദന മേഖലാവൃതായ സുശ്യാമായ കോമളായ സകല ജനഹിതകാരിണേ കോമളായ ഒന്നുകൂടെ ജപിക്കാം. ഞാൻ ജപിച്ചപ്പോൾ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. ഒന്നുകൂടെ ജപിക്കാം. ഓം ക്ലീം നമ കാമായ കാമരൂപിണേ കാമദായിനെ കാമേശായ സുമുഖായ സുന്ദരാംഗായ നഗ്നായ സ്ത്രീഭിർ അനംഗമദന മേഖലാവൃതായ സുശ്യാമായ കോമളായ സകല ജനഹിതകാരിണേ ഹിതഭാഷിണേ സമധ്യമായ സ്നിഗ്ധായ ക്ലീം ക്ലീം കാമായ കാമദായിനെ കാമദേവായ നമ. ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഇത് ജപിക്കുമ്പോൾ ഇങ്ങനെ ജപിക്കണം. ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ വരി ഒന്ന് പറഞ്ഞുതരാം. ഓം ക്ലീം ഉറച്ച ശബ്ദത്തോടുകൂടി വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി ഉച്ചരിക്കണം. ഓം ക്ലീം നമ കാമായ, ഇങ്ങനെ സ്പീഡിൽ പോകരുത്. ഓം ക്ലീം നമ കാമായ കാമരൂപിണേ. അതിലെ അക്ഷരങ്ങൾ നല്ല സ്ഫുടമായിട്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ഉറച്ച മനസ്സോടുകൂടി ഉച്ചരിക്കണം. അപ്പോഴേ ഫലം കിട്ടത്തുള്ളൂ. ഇത് ഉപയോഗിക്കേണ്ട രഹസ്യമാണ് പറഞ്ഞത്. അല്ല ചുമ്മാ ഇങ്ങനെ ഓം കാമായ കാമരൂപണ ഇങ്ങനെ ചോദിച്ചാൽ ഒരു ഫലം കിട്ടത്തില്ല. മാത്രമല്ല നമ്മളത് ജപിക്കുമ്പോഴേ ഉറച്ച ശബ്ദത്തോടു കൂടി ഉച്ചരിക്കുമ്പോഴാണ് നമുക്ക് ആ ഫലം കിട്ടുന്നത്. ഓം ക്ലീം നമ ഉണ്ടോ, നമ എന്ന് പറയുമ്പോൾ നായും മായും ഞാൻ വ്യക്തമായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. നമ കാമായ വ്യക്തമായിട്ട് ഓരോ അക്ഷരം വരുന്നുണ്ട്. കാമായ കാമരൂപിണേ കാമദായിനെ കാമേശായ. ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ട് വേണം പറയാൻ. ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോകരുത്. ചെറിയൊരു ഈ വാക്കുകൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം. സുമുഖായ സുന്ദരാംഗായ നഗ്നായ സ്ത്രീഭിർ അനംഗമദന
മേഖലാവൃതായ സുശ്യാമായ കോമളായ സകല ജനഹിതകാരിണേ. ഓരോ അക്ഷരവും അതിൻ്റെ അത് ഞാൻ ഉറച്ചാ പറയുന്നത്. ഹിതഭാഷിണേ സമധ്യമായ സ്നിഗ്ധായ ക്ലീം ക്ലീം കാമായ കാമദായിനെ കാമദേവായ നമ. ഞാനിത് 2-3 തവണ ഉച്ചരിച്ചു. പക്ഷേ ഇത് അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഇത് ചൊല്ലുന്ന ആൾക്ക് പ്രയോജനം കിട്ടും. അങ്ങനെ മനസ്സിലാക്കി ചെല്ലിയാലേ പ്രയോജനം കിട്ടത്തുള്ളൂ. അല്ല വേണമെന്ന് എനിക്ക് ചുമ്മാ ഇത് പറഞ്ഞു പോവാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇത് വീഡിയോ ചിലപ്പോൾ ആളുകൾ കുറെ കണ്ടെന്ന് വരിക്കും. അതല്ല, ഈ ചൊല്ലുന്ന ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടാണ് 2-3 തവണ ഞാനിത് ഉച്ചരിച്ചത്. കാരണം ആ ഉച്ചാരണം നിങ്ങൾക്ക് മനസ്സിലായത് ഫലം കിട്ടും. പിന്നെ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ പേഴ്സിൽ പണം വയ്ക്കുക, ദിവസവും ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അലമാരി ഉണ്ട്, അലമാരിക്കകത്ത് പണം, പാസ്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് ഒരു പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് വെക്കാം. അത് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വെക്കാം. എപ്പം വെച്ചാൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെക്കണം, വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് ഒരു ഡ്രോയോ പണപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഒക്കെ ഉണ്ട്, അവിടെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആദ്യത്തെ പണം ഇടുന്നത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ആ പണപ്പെട്ടിയിൽ ക്യാഷ് ഇടാം. പിന്നെ പേഴ്സിനകത്ത് എപ്പം വെച്ചാലും രാവിലെ എന്തായാലും ആദ്യമായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് വെക്കണം. ഇനിയും ആളുകൾ അത് ദിവസവും ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണം വെക്കുമ്പോഴും പണം കൈ കിട്ടും വെക്കുമ്പോഴും ഒക്കെ പറ്റുവാണെങ്കിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെക്കാം. അല്ലെങ്കിൽ രാവിലെയെങ്കിലും മന്ത്രം ജപിച്ച് ഈ പണം പേഴ്സിൽ വെക്കുക. പിന്നെ ATM കാർഡ് ആണെങ്കിലും ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിക്കുക. പണവുമായി ബന്ധപ്പെട്ട ഏത് കാര്യം മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ ഇനി എല്ലാവരുടെയും സംശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം വെച്ചോ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെക്കുന്ന പണം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ പണം ഉപയോഗിക്കാനല്ല, എന്നതിന് ഉപയോഗിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇന്ന് വെച്ച പണം ഇന്ന് വേണേലും ഉപയോഗിക്കാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മന്ത്രം ജപിച്ചുകൊണ്ട് പണം വെക്കണമെന്നുള്ളൂ. പിന്നെ ഇനി ആളുകളുടെ സംശയം വരുന്നത് 1 രൂപ വെക്കണോ, 2 രൂപ വെക്കണോ, 5 രൂപ വെക്കണോ, 10 രൂപ വെക്കണോ, 20 രൂപ? ആവശ്യമില്ലാത്ത സംശയമാണ്. എത്ര വേണേലും വെക്കാം, അവനവൻ്റെ ഉള്ള പോലെ. നിങ്ങളെ 10 രൂപ ഉണ്ടോ, 10 രൂപ വെച്ചോ. 100 രൂപ ഉണ്ടോ വെച്ചോ. 500 രൂപ ഉണ്ടോ വെച്ചോ. ഇനി 5 രൂപ ഉള്ളോ, അത് വെച്ചോ. ഇതൊന്നും സംശയത്തിന്റെ കാര്യമില്ല. അവനവന്റെ യുക്തിക്ക് ചെയ്യുക എന്നുള്ളൂ. യുക്തിയും ബുദ്ധിയും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അറിയാമല്ലോ, ആ രീതി അങ്ങ് ചെയ്യുക. ഈ സംശയമാണ് ഈ പ്രശ്നം മുഴുവൻ. അപ്പം ഇതിനകത്ത് യാതൊരു സംശയത്തിൻ്റെ കാര്യമില്ല. ഇനിയും പലരുടെയും വിചാരം ഇതിനകത്തെല്ലാം കാമായ 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 എന്ന് പറയുന്നത്. അത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ കാമ എന്ന് പറഞ്ഞാൽ, കാമം എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹം എന്നുള്ളതുള്ളൂ. ആഗ്രഹം എന്നുള്ളതുള്ളൂ കാമം. മനസ്സിലായില്ലേ? നിങ്ങളിപ്പം പണത്തിന് വേണ്ടി ചെയ്യുമ്പോൾ പണം വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്ന വെച്ചാൽ അത് വരും. പിന്നെ ഇത് ജപിക്കുന്ന ആൾക്ക് ഒരു ഈശ്വരീയമായ അനുഗ്രഹവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഒരു സ്വാധീന ശക്തിയും ഉണ്ടായി വരും, സംശയം വേണ്ട. ഇത് എല്ലാവർക്കും ജപിക്കാം. ഇത് ഞാൻ ജപിച്ച് എനിക്ക് ഒരു അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഇത് ഞാൻ ജപിച്ച രീതി നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുള്ളൂ, അവിടെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളൊന്നും പറയാം. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാവുള്ളൂ. അതായത് ഈ മന്ത്രം ആർക്കും ജപിക്കാം. തൊഴിൽ മേഖലയിൽ വിജയം, തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും, നിങ്ങൾ എല്ലാവരുമായിട്ട് ഐക്യത്തിലാവും, കുടുംബത്തിലെ സമാധാനം ഐക്യം ഉണ്ടാകാൻ, വീട്ടിലേക്ക് സമ്പത്ത് വരാൻ. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും നല്ലൊരു മന്ത്രമാണ്. അവർ ജനങ്ങളാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരായിരിക്കും. അതുപോലെ കല, അഭിനയം, സിനിമ, സീരിയൽ ഭയങ്കരമായ അവസരങ്ങൾ വരും. അതുപോലെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിലും വരുമാനം വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ വരും. പുതിയ തൊഴിലുകളെ, പുതിയ അവസരങ്ങൾ. ഏത് തൊഴിൽ ചെയ്യുന്നവർക്ക്, ഇവർ വക്കീലാന്ന് വിചാരിച്ചു, അവരുടെ പ്രൊഫഷനിൽ അവർ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കും. അവർക്ക് കൂടുതൽ കൂടുതൽ വർക്കുകൾ വരും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്ക് ആ തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടായി വരും, ഒരു സംശയവും വേണ്ട. അത്രയൊരു മന്ത്രമാണ് ഇത്. അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ബുദ്ധിയുള്ളവർ ശ്രദ്ധിക്കട്ടെ. ഒരു വാക്കുണ്ട്, അനങ്കമദന. ആരാ? കാമദേവൻ, അനങ്കമദന. അപ്പം ഈ കാമദേവൻ എന്ന് പറഞ്ഞാൽ, കാമം എന്ന് വെച്ചാൽ ആഗ്രഹം, നമ്മുടെ ആഗ്രഹങ്ങൾ. ഇപ്പൊ നമുക്ക് സമ്പത്ത് വേണം, അതൊരു ആഗ്രഹമാണ്, ന്യായമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു വീട് വേണം, അതൊരു ആഗ്രഹമാണ്. നമുക്ക് തൊഴിൽ ഉയർച്ച വേണം, അതൊരു ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെയെല്ലാം ആ കാമം എന്നൊരു വാക്കുകൊണ്ട് വിചാരിക്കാമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ ചുമ്മാ അതും ഇതും കേട്ടു, മണ്ടത്തരമൊന്നും കേട്ട് പൊട്ടത്തരമൊന്നും കേട്ട് ചെയ്താൽ ജീവിതം മാത്രം. കറക്റ്റായിട്ട് അത് മനസ്സിലാക്കണം. അത് ഞാൻ എന്നാലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഏതൊരു കാര്യം ഞാൻ പറഞ്ഞു തരും.
സത്യസന്ധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എൻ്റെ 1600 വീഡിയോകളിലായിട്ട്. കാരണം അത് എല്ലാം ഞാനൊരു ശിവയോഗി തന്നെയാണ്. ഞാൻ ശിവയോഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കണമെന്നോ എന്നെ ആരാധിക്കണമെന്നോ പൂജിക്കണമെന്നോ ഒന്നും അല്ല മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഞാൻ എൻ്റെ ഉള്ളിൽ ശിവനെ ലയിച്ചിരിക്കുന്നു. ഞാൻ എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്നു. എൻ്റെ പുറകെ നടക്കാനോ ഞാൻ പറയുന്ന കേൾക്കാനോ എൻ്റെ ശിഷ്യന്മാരാകാനോ ഒരിക്കലും ആരോടും ഞാൻ പറയത്തുമില്ല, പറഞ്ഞിട്ടുമില്ല. പറയുന്നവരെ ഞാൻ ഓടിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഉള്ളിലെ ശിവൻ. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പൈസ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. അതാണ് ശിവൻ. അല്ലാതെ നമ്മൾ മറ്റൊരാളെ മുന്നിൽ ഗുരു ശിഷ്യനും കളിക്കുന്ന ഒന്നുമല്ല ശിവൻ, കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. അതാണ് ശിവൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ സത്യം, ആ ശുദ്ധബോധം, അതാണ് ശിവൻ. അത് എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. ഞാനും നിങ്ങളെല്ലാം ഒരുപോലെ ഉള്ളൂ. ഞാൻ നിങ്ങളെക്കാട്ടും വലിയ ആളോ ഒന്നുമല്ല, നിങ്ങൾ എന്നെക്കാട്ടും താഴ്ന്ന ആളോ അല്ല, ഞാൻ നിങ്ങളെക്കാട്ടും താഴ്ന്ന ഒന്നുമല്ല. നമ്മളെല്ലാവരും സമമാണ്. ഞാനും ഒരു നിങ്ങളെപ്പോലെ തന്നെയാണ്. അതാണ് ശിവബോധം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇവിടെ ഗുരു ശിഷ്യനും കളിയൊന്നുമില്ല. സത്യബോധമാണ്, സത്യസന്ധമായ കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെയാണ് ശിവനെ അറിയുന്നത്. അങ്ങനെ പോയി അറിഞ്ഞാൽ നിങ്ങൾ ഒരു ആപത്തിലും പോയി ചാടത്തില്ല. നിങ്ങളുടെ സാധാരണക്കാരുടെ ആർത്തി കൊണ്ട് അല്ലെ അത്യാർത്തി കൊണ്ട് അല്ലെ കൂടുതൽ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പലതിൻ്റെയും പുറകെ പോകുമ്പോഴാണ് പല ആപത്തുകളിൽ പോയി ചാടും. സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി മര്യാദ ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടല്ലേ പലരും പറ്റിക്കുന്നു. എന്തിനങ്ങോട്ട് പോകുന്ന നമ്മുടെ കുഴപ്പമല്ലേ പകുതി. നമ്മൾ വിചാരിക്കാൻ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കുക. നല്ല കാര്യങ്ങളെ മനസ്സിലാക്കി നല്ല രീതിയിൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ അറിയണം. പക്ഷെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പലരും അറിയാറില്ല. അതതിൻ്റെ കാര്യം. ഏതും അറിയുന്നവരുടെ ജീവിതം മാറും. എല്ലാം ഐശ്വര്യമായ കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഈ മന്ത്രം വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് കാണാൻ പഠിക്കുക. ഇത് നമ്മളിപ്പോൾ എഴുതി വായിച്ചു കഴിയുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇത് നമ്മൾ പഠിക്കുന്നതിന് വരെ ഒരു പേപ്പർ എഴുതി നോക്കി ജപിക്കാം. പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ജപിക്കാം കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. ചില നക്ഷത്രക്കാർക്ക് ചില രഹസ്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് വിശാഖ നക്ഷത്രം പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറയുകയാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വാഹനം സംബന്ധമായ തൊഴിലുകൾ നല്ലതാണ്. ടെക്നിക്കൽ സംബന്ധമായ തൊഴിലുകൾ നല്ലതാണ്. ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ നല്ലതാണ്. ചിലർക്ക് കച്ചവടം ചിലർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് കലാപരമായ മേഖലകളും നല്ലതാണ്. ഹോസ്പിറ്റൽ സംബന്ധമായ മെഡിസിൻ സംബന്ധമായ തൊഴിലുകളും നല്ലതാണ്. ഇവർക്ക് മുരുകനെയും കൃഷ്ണനെയും വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. എല്ലാവരും ദേവിയെ വിളിക്കണം കേട്ടോ. ദേവിയെ വിളിക്കേണ്ട രഹസ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ദേവി, വിനായകൻ, ശിവൻ, ഇതൊക്കെ എല്ലാവരും വിളിക്കേണ്ടതാണ് കേട്ടോ. മുരുകനെയും കൃഷ്ണനെയും ഈ വിശാഖ നാളുകാർ മുരുകനെയും കൃഷ്ണനെയും കൂടെ കുറച്ചു കാര്യമായിട്ട് കൂടുതലായിട്ട് വിളിച്ചാൽ ജീവിതത്തിൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കും. ജീവിതം മാറും എന്നുള്ളതാണ്. പിന്നെ ഈ വിശാഖ നാളുകാർ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു ഒരു കൈവിട്ട രീതിയിൽ സുഹൃത്തുക്കളെ ഒരു സൗഹൃദങ്ങൾക്ക് പോകരുത്. ഒരു മിതമായിട്ട് പോവുക, ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക. അത് നല്ലതായിരിക്കും. എന്നാൽ സുഹൃത്തുക്കളെ ആരും ഉപേക്ഷിക്കണമെന്നോ സുഹൃത്തുക്കൾ മോശമാണെന്നോ ഒന്നും അല്ല പറഞ്ഞു. നമ്മൾ നമ്മുടെ മര്യാദയ്ക്ക് ജീവിക്കുക. ആവശ്യത്തിന് സൗഹൃദം വേണം. അത്രയേ ഉള്ളൂ, ചുരുക്കം പറഞ്ഞു. ഇനിയും പൂരാടം നാൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾ നല്ലതാണ്. കുറച്ച് പോത്തിനെ മേടിക്കുക, അല്ലെ കുറെ കൃഷി നടത്തുക. പലതരത്തിലുള്ള കൃഷികൾ ഇന്നുണ്ടല്ലോ. പിന്നെ കൃഷി കൊണ്ട് ഒരുപാട് പേര് ധനം ഉണ്ടാക്കുന്നുണ്ട്. കൃഷി സംബന്ധമായ കാര്യങ്ങൾ നല്ല. രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നല്ലതാണ്. ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്. പിന്നെ ഇവർക്ക് നല്ല അറിവ് സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് നമ്മൾ വിചാരിച്ചാൽ നല്ലതായിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇവർക്ക് രഹസ്യ സ്വഭാവങ്ങളുള്ള കാര്യങ്ങൾ, ഇപ്പം ഇവര് ഒരു 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 ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇവർക്ക് പല രഹസ്യങ്ങളും ചിലപ്പോൾ സൂക്ഷിക്കേണ്ടതായി വരാം. അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പൊസിഷനായിരിക്കും ചിലർ എത്തിപ്പെടുന്ന. ഇത് എല്ലാവരും അല്ല, ചിലർ. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല പറഞ്ഞു. പിന്നെ വെളിച്ചെണ്ണ ബിസിനസ്, അല്ലെങ്കിൽ
ഈ ചിലർക്ക് പെട്രോൾ പമ്പിലൊക്കെ ജോലി, ചിലർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോഫി ഷോപ്പ് തുടങ്ങി അവിടെ വെള്ളം, നാരങ്ങ വെള്ളം, അങ്ങനെ വെള്ള കച്ചവടം, ഇങ്ങനെയുള്ള ദ്രാവകവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ നല്ലത് തന്നെയാണ്. ചില രഹസ്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, അത് ചിലർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് പറയാം, ഭദ്രകാളിയെ കൂടുതലായിട്ട് വിളിച്ചാൽ ലൈഫ് ചേഞ്ച് എന്നല്ല, ലൈഫ് ചേഞ്ച്ഡ്. എന്നുവെച്ചാൽ ചേഞ്ച് ആയി എന്ന് തന്നെ വിചാരിക്കുക. ലൈഫ് ചേഞ്ച് ആയി എന്ന് തന്നെ വിചാരിച്ചു ഭദ്രകാളിയെ വിളിച്ചാൽ. അപ്പം ഭദ്രകാളിക്ക് ചെയ്യേണ്ട വഴിപാടുകൾ: ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി, കടുംബായുഷം വെള്ളിയാഴ്ച ചെയ്യുക. വളരെ പെട്ടെന്ന് ജീവിതം മാറും. ഇത് തന്നെ പൗർണമി ദിവസവും ചെയ്യുന്നതല്ല, രാവിലെ ചെയ്യാം. ഇനിയും ചോദ്യ നക്ഷത്രക്കാർ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത്. ദേവി ദേവി ദേവി, പിന്നെ സർപ്പം വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ലൈഫ് ചെയ്യുക. ഒരു സംശയം വേണം, നോ ഡൗട്ട്, ഡെഫിനിറ്റ് വിശ്വാസത്തോടെ ചെയ്താൽ. ഇവർക്ക് രാമമന്ത്രം ചൊല്ലിയാലും ഭദ്രകാളിയെ വിളിക്കുന്നത് നല്ലതാണ്, രാമമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ലൈഫിൽ വലിയ മാറ്റം വരും. ഫുഡ് സംബന്ധമായ മേഖലകൾ, ടെക്നിക്കൽ സംബന്ധമായ മേഖലകൾ, കലാപരമായ മേഖലകൾ, മറ്റാരും കൈവെക്കാത്ത മേഖലകൾ, മറ്റൊരു സാധ്യത ഇല്ലാതെ ചില മേഖലകൾ ഇവർ സാധ്യത ഉണ്ടാകും. അങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. ചോദ്യ നക്ഷത്രം ഫിനാൻസ് സംബന്ധമായ മേഖലകൾ നല്ലതാണ്. അപ്പൊ പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഓരോരുത്തരും ജനിച്ച സമയവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും. ഇത് പൊതുഫലമായിട്ട് വിചാരിച്ചാൽ മതി, എങ്കിലും ഗുണം ചെയ്യും. ചതയം നാളുകാർ, ഒരു ചതയം നാള് എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു കേട്ടോ, ഇതിലൊക്കെ വ്യത്യാസം വരും ജനിച്ച സമയം അനുസരിച്ച്. ഒരു ഉദാഹരണം വേണം പറയാം. ഒരു ചതയം നാളുകാരനോട് ഓരോരുത്തരും ചെന്നിച്ച് പറയുക, എടാ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയുണ്ട്, ഇന്ന പരിപാടി ചെയ്യും, കാശുണ്ടാക്കാം. ചിലപ്പോൾ തെറ്റായ ഒരു കാര്യമായിരിക്കും. ഈ ചതയം നാളുകാരന് ഈ പണം ഉണ്ടാക്കാൻ അതിനോട് ചെറിയ ഒരു എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ പണിക്ക് പോവുകയും ചെയ്യും, ചിലപ്പോൾ പണി കിട്ടുകയും ചെയ്യും. അങ്ങനെ ചില അവസരങ്ങളുണ്ട്. എല്ലാവർക്കും അങ്ങനെ ചതയം നാളുകാർ എല്ലാവരും അങ്ങനെ ആണെന്നോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നോ അല്ല പറഞ്ഞു, ചിലർക്കെങ്കിലും. അപ്പോൾ അതിനവർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, കൃഷ്ണപ്രീതി വരുത്തണം. കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോയി വഴിപാട് ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഒരു ആപത്തിൽ പോയി ചാടത്തുമില്ല. മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവർക്ക് വാഹന സംബന്ധമായ തൊഴിലുകൾ നല്ലതാണ്. ഈ ചതയം നാളുകാർക്ക് ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്. ഒരു കാര്യനിർവഹണം, മേൽനോട്ടം, ഇങ്ങനെയുള്ള തൊഴിലുകൾ നല്ലതാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഹോട്ടൽ മേഖല, റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുക, ഹോട്ടൽ മേഖല, പാചകം, വണ്ടി സംബന്ധമായ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ്. ചോദിക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് നല്ലതാണ് കേട്ടോ. ഉത്രാടത്തിന്റെ ഇപ്പം പറയുന്നു റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഉത്രാടം നാളിന് ഒന്നുകൂടെ പറയാം, ഹോട്ടല്, പാചകം, വണ്ടി സംബന്ധമായ ബിസിനസ്സുകൾ, അല്ലെ വണ്ടി സംബന്ധമായ കാര്യങ്ങൾ, വാഹന സംബന്ധമായ കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, രാഷ്ട്രീയം, സർക്കാർ തത്തുല്യ വകുപ്പുകളിൽ ഉയർന്ന അധികാരവും അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതുപ്രവർത്തനം, കലാപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, കലാകാരന്മാർ, അങ്ങനെയുള്ള ഒക്കെ, ഫിനാൻസ് മേഖലകൾ, അങ്ങനെയുള്ള ബാങ്കിങ് മേഖല, ഇങ്ങനെയുള്ളതൊക്കെ ഈ ഉത്രാടം നാളുകാർക്ക് നല്ലതാണ്. ഉത്രം നാളുകാർക്കും ബാങ്കിങ് മേഖല ഒക്കെ വളരെ നല്ലതാണ്. ബാങ്കിങ്, കണക്ക്, ടെക്നിക്കല്, ഉത്രം നാളുകാർ. അപ്പൊ ഇപ്പൊ ഉത്രാടത്തിൻ്റെയാണ് പറഞ്ഞത്, പിന്നെ ഉത്രത്തിന്റെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചില നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളുണ്ട്. ഈ ആയില്യ നാളുകാർ, പലരും പറയും ആയില്യ അങ്ങനെ ആയില്യ ഇങ്ങനെ ആയില്യ ഇങ്ങനെ, അത് ചുമ്മാ പണിയില്ലാത്തവർ പറയുന്നത്. ആയില്യം ഞാൻ കണ്ടിടത്തോളം കഴിവുള്ളവരാണ്, മിടുക്കന്മാരാണ്. ഒരു കാര്യം മറ്റുള്ളവർ മാറി നിൽക്കുന്നിടത്ത് ഇവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ അങ്ങനെ ആയില്യം മനസ്സിലാക്കിയിരിക്കുന്നു. മനസ്സിലായില്ല. പിന്നെ ഒരു പണിയും തൊഴിലും ഇല്ലാത്തവർക്ക് ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അത് ചുമ്മാ പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി, നമ്മൾ ചുമ്മാ കേട്ടാൽ മതി. ആയില്യം നാളുകാർ ഞാൻ കണ്ടിടത്തോളം കഴിവുള്ളവർ തന്നെ. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അസുഖമാണ്, ഒരു 10 ദിവസമുള്ളിൽ ഇത്ര ലക്ഷം സമാഹരിക്കണം. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ തലപ്പത്തിൽ ആയില്യംകാരനാണെങ്കിൽ അവൻ 10 ദിവസം കൊണ്ട് പണം സമ്മാനിക്കണേ, 9 ദിവസം കൊണ്ട് പണം അവൻ സമാഹരിച്ചിരിക്കും. അതാണ് അവന്റെ കഴിവ്. മറ്റുള്ളവർ മാറി നിൽക്കുന്നിടത്ത് കാര്യം സാധിക്കാനുള്ള ഒരു കഴിവ് ആയില്യം നാളുകാർക്ക് കൂടുതലാണ്. അശ്വതി നാളുകാർക്ക് അഡ്വൈസ് കൊടുക്കാൻ ഏറ്റവും, അശ്വതി പൂരം, ഈ 2 നാളുകാർക്ക് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാൻ നല്ലതാണ്. നല്ല അഡ്വൈസ് തരാൻ പറ്റും എന്ന് കരുതി ഒരു ഫ്രോഡായിട്ടുള്ള ഒരുത്തന്റെ, ഇപ്പോൾ ഒരു അശ്വതി എന്ന് പറഞ്ഞ നാളുകാരൻ ഫ്രോഡാണ്, അവൻ്റെ അടുത്ത് ചോദിക്കരുത്. നല്ല മനുഷ്യനായിരിക്കണം, നമ്മുടെ ബുദ്ധി കൂടെ ചിന്തിക്കണം. ഇതിലെല്ലാം നല്ലതും ചീത്തയുണ്ട്.
മനസ്സിലായില്ലേ? എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഒരു കഥയുണ്ട്. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഈ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തപ്പോൾ അവരോട് പറഞ്ഞു, എല്ലാത്തിലും ദൈവമുണ്ട്, നമ്മൾ ദൈവത്തെ എപ്പോഴും തൊഴണം, എവിടൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോഴേ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു ശിഷ്യൻ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരാന ചിഹ്നം പിടിച്ചു വരിക. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് എല്ലാത്തിനും ദൈവം ഉണ്ടെന്നല്ലേ. ഇങ്ങനെ ഇങ്ങനെ നിന്ന് ഓടാതെ ആന നല്ല തൂക്കിയെടുത്ത് ചന്തിക്കൂട്ട് അടി കൊടുത്ത് അവിടെ ദൂരെ എറിഞ്ഞു കളഞ്ഞു. അപ്പോഴത്തേനും ഇദ്ദേഹം ആശുപത്രി കിടന്നപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ ചെന്നു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച കഥയാണ്. അദ്ദേഹത്തിന്റെ ശ്രീരാമകൃഷ്ണ പരമഹംസ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. എന്തായാലും ആ കഥയിൽ കാര്യം ഉണ്ടാവുകൊണ്ടാണ് പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസര് ഈ ശിഷ്യനെ കാണാൻ ചെന്നപ്പം പറഞ്ഞു, അങ്ങ് തന്നെയല്ലേ പറഞ്ഞു എല്ലാത്തിലും ദൈവമുണ്ട്, ഞാനെന്നും പറഞ്ഞ് കൈകുപ്പിയെന്ന് വാലെ തൂക്കി അടിച്ച് ദൂരെ പന്ത് പോലെ എറിഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, എടാ അതിന്റെ മണ്ടയ്ക്കിരുന്ന് പാപ്പ നിന്നോട് പറഞ്ഞില്ലേ മാറടാ, അവന് നീ എന്നെ ദൈവത്തെ കാണാഞ്ഞു. അതാണ് കുഴപ്പം. ഇതുപോലെ നമ്മളിൽ പലരും നമ്മൾ മനസ്സിലാക്കും, പക്ഷെ മനസ്സിലാക്കുന്നത് പലതും ശരിയായിട്ടായിരിക്കും. അതിന്റെ കുഴപ്പമാണ്, വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കിയാലും ശരിയായിട്ട് മനസ്സിലാക്കും. മേളിൽ ഇരുന്ന് പാപ്പാൻ പറഞ്ഞടാ മാറണം, അവനിലും ദൈവം ഉണ്ടല്ലോ, എന്നിട്ട് ആ ദൈവം അവനിലുള്ള ദൈവം പറയുന്നില്ല നീ കേൾക്കാൻ. അതാ നിനക്ക് പറ്റിയ കുഴപ്പം. അപ്പോഴാണ് തെറ്റ് മനസ്സിലായത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അറിവില്ലാത്തതല്ല കുഴപ്പം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരുത്തനോട് ഒരു വളരെ സ്പീഡിൽ പോകുന്ന ഒരു പയ്യനോട് നീ വണ്ടി സ്പീഡിൽ ഓടിക്കരുത്, അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവൻ പറയും എനിക്കറിയാം എന്ന് പറയും. പിന്നെ അവൻ അത് തന്നെ കാണിക്കും. അറിവില്ലാത്തതുകൊണ്ടല്ല, അവനും അറിയാം അപകടം ഉണ്ടാകുമെന്ന്. അറിവ് നേടിയോണ്ട് തന്നെ കാര്യമില്ല, തിരിച്ചറിവ് വേണം. അനുഭവം ഉണ്ടാകുമ്പോഴേ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ വിവേകം ഉണ്ടാകുമ്പോഴേ നമുക്ക് അനുഭവം ഉണ്ടാകാതെ തന്നെ തിരിച്ചറിവുണ്ടായി നമുക്ക് ആപത്തിൽ നിന്ന് ഒഴുകാം. അനുഭവം ഉണ്ടായിട്ട് പഠിക്കണമെന്നില്ല. ബുദ്ധിയുള്ളവൻ ആ വിവേകത്തിൽ നിന്ന് പഠിക്കുന്നവന് അവന് അനുഭവം ഉണ്ടാകാതെ തന്നെ ആപത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ചിലത് പിന്നെ ഒരു അനുഭവം ഉണ്ടായാൽ പോലും പഠിക്കാത്തവരും ഉണ്ട്. ഇതൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നമുക്ക് ആ ഈശ്വര്യമായ സദ്ബുദ്ധി തരാൻ പ്രാർത്ഥിക്കുക. ഏറ്റവും വേണ്ടത് സദ്ബുദ്ധിയാണ്. പിന്നെ സമ്പത്തും ഐശ്വര്യം ഉയർച്ചയൊക്കെ. കാരണം ഈ സദ്ബുദ്ധി ഇല്ലാത്തവനെ പണം കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവനെ അടിച്ച് പൊളിച്ച് അപ്പോഴേ ലോട്ടറി അടിച്ചാൽ പോലും അവനെ അടിച്ച് പൊളിച്ചാൽ തീർത്തുകളയും. ബുദ്ധി വിവേകമുള്ളവൻ്റെ കെട്ടിയിട്ട് പോയാൽ അതുകൊണ്ട് ഈശ്വരനോട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ഈശ്വര എനിക്ക് സദ്ബുദ്ധി തരണം. പിന്നെന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ആയുസ് തരണം. ഇതില്ലാഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആയുസില്ലാതെ വല്ല കാര്യമുണ്ടോ? എനിക്ക് ആരോഗ്യം തരണം, എനിക്ക് കഴിവ് തരണം. പിന്നാണ് കഴിവും സമ്പത്തും ഒക്കെ പറയേണ്ടത്. ആദ്യം സദ്ബുദ്ധിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ബുദ്ധി പോയാൽ മനസ്സ് പോയാൽ എല്ലാം പോയില്ലേ. എല്ലാവരും ഇപ്പം മനസ്സ് കിട്ടുവാൻ ബുദ്ധി നല്ല രീതിയിൽ വരുവാൻ ഭദ്രകാളി അമ്മ വിളിക്കുന്നത് നല്ലതാണ്. കാളിദാസൻ എന്ന ആ ഒരു മരം വെട്ടുകാരന് ജ്ഞാനം കൊടുത്ത ഭദ്രകാളിയമ്മ, എത്രയോ പുണ്യാത്മാക്കൾക്ക് ജ്ഞാനം കൊടുത്ത ഭദ്രകാളിയമ്മയാണ്. ആ ഭദ്രകാളിയമ്മ ജ്ഞാനം ബുദ്ധി തെളിയാൻ എപ്പോഴും അമ്മേ ഭദ്രകാളിയമ്മേ, നിങ്ങൾക്ക് ഏത് ശ്ലോകം വേണമെങ്കിലും ജപിക്കും. ഒരു ശ്ലോകം ജപിച്ചില്ലെങ്കിലും അമ്മേ ഭദ്രകാളിയമ്മേ, അവിടുത്തെ ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ സ്നേഹമാണ്, മനസ്സിൽ സ്നേഹമാണ്, ഞാൻ സ്നേഹം കൊണ്ട് നിറയുന്നു എന്ന് ജപിച്ചിട്ട് സർവമംഗളമംഗല്യോ കാളി മഹാകാളിയോ ഏത് വേണമെങ്കിലും ജപിക്കുന്നു. ഒന്നും ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഭദ്രകാളിയമ്മേ എനിക്ക് എല്ലാ കാര്യം മംഗളമാക്കി തരണേ അമ്മേ. എന്നോട് കോടി നന്ദി മഹത്വം അമ്മേ. ഞാൻ ഒരുപാട് അമ്മയെ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആ സ്നേഹമാണ് അമ്മേ. എന്നെ എല്ലാ കാര്യങ്ങളും മംഗളമാക്കി തരണേ, സദ്ബുദ്ധി നൽകണേ, എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് ഭദ്രകാളിയമ്മയോട് ഈ ഒരൊറ്റ പ്രാർത്ഥന ചെയ്താൽ മതി ജീവിതം മാറാൻ. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് കൈയും കാലും മുഖം കഴുകിയിട്ട് കുളിമുറിയിൽ നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് നെഞ്ച് തൊട്ട് പ്രാർത്ഥിക്കുക. മാറ്റം വരും. ഇനി ഈറനോടെ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് മാറ്റം വരും കേട്ടോ. വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് ഈറനോട് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടനെഞ്ച് തൊട്ട് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് മാറ്റം വരും. ഇനിയും തല തോർത്തി കഴിഞ്ഞും പ്രാർത്ഥിക്കാം, അതും മാറ്റം വരും. നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യുക. വെള്ളിയാഴ്ചയൊക്കെ ഈറനോടെ പ്രാർത്ഥിച്ച വിശേഷ ഫലമാണ്. ചൊവ്വ വെള്ളിയൊക്കെ ലൈഫ് ചേഞ്ച് ആവും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാൻ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ. ഓം നർപ്പവി.